അഭിപ്രായമുള്ള ആൾക്കാർ തമ്മിലടിക്കുന്നതല്ലേ വൈകുന്നേരത്തെ പ്രൈം ടൈം. 4 വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൊണ്ട് നടക്കുന്ന 4 പേർ വന്നിരുന്നിട്ട് ഈ 4 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നു. അവരവരുടെ രാഷ്ട്രീയം പറയുന്നു, അവരവരുടെ ശരികൾക്ക് വേണ്ടി വാദിക്കുന്നു. ഈ 4 പേരുടെ ശരികളിൽ നിന്ന് ഏത് ശരിയാണ് സത്യം എന്നുള്ളതിലേക്ക് പ്രേക്ഷകരെത്തുന്നു. ഇത് BJP-ക്കാർ പറഞ്ഞത് ശരിയാണല്ലോ, അയാൾ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ശരി. അപ്പോൾ ആ ശരികളിലേക്ക് നമ്മൾ എത്തുന്നു. ഇതുപോലെ സമൂഹത്തിൽ നടക്കുന്ന പലവിധ വിഷയങ്ങളിൽ പലവിധ സ്വഭാവത്തിൽപ്പെട്ടവരിൽ നിന്ന് നടക്കുന്ന ചർച്ച. ഇപ്പോൾ രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ കയറിപ്പോയതിനെ കുറിച്ച് പറയുമ്പോൾ രേണു സുധിയെ പോലുള്ള ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. റെന ഫാത്തിമയെ പോലുള്ള ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. 19 വയസ്സുള്ള റെന ഫാത്തിമയുടെ ചിന്ത എന്താണ്, ആ കുട്ടി എന്താണ് പറയുന്നത്, അപ്പം അതാണോ ശരി, ഷാനവാസിനെ പോലൊരാൾ പറയുന്നതാണോ ശരി, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതാണോ ശരി? ഇത് വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവിടെ ചർച്ചകൾ നടക്കുകയും അതിൻ്റെ പേരിൽ സംവാദം നടക്കുകയും അത് പോസിറ്റീവായി വരികയും അതിനെക്കുറിച്ചിട്ട് ഒരു പൊതുജന അഭിപ്രായത്തിൽ ഏത് ശരി ഏത് തെറ്റ് എന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവർ മനസ്സിലാക്കണം. അപ്പോൾ ഈ പുറത്തിറങ്ങി വരുന്നവന് ഒരു പ്യൂരിഫൈ ചെയ്യാനുള്ള സ്പേസ് കൂടിയാണ്. ഞങ്ങളുടെ ചിന്തകളായിരുന്നില്ല ശരി, ഇനി നിങ്ങളുടെ ചിന്തകളാണ് ശരി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തെ ശരിപ്പെടുത്തണം. ഞാൻ ഇവളോട് ഹൗസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാം, നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇടാം. വസ്ത്രം അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എനിക്കിഷ്ടമുള്ള വസ്ത്രം ഇടുമ്പോൾ സമൂഹത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കരുത്. അത് ചോദിക്കാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. അവരുടെ കുഴപ്പങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഇട്ട് നിങ്ങൾ എവിടെ നടന്നോ, കാണുന്നൊരുത്തൻ എന്നെ നോക്കി, അതൊന്നും നമ്മൾ ചോദിക്കാൻ നോക്കുന്നു നോക്കും. അവൻ നോക്കാതിരിക്കണമെങ്കിൽ ആ നോക്കാത്ത രീതി വേണേൽ വസ്ത്രം ഇടണം. അവൻ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നെങ്കിൽ അത് അവൻ്റെ കയ്യിലിരിപ്പാണ്. നിങ്ങൾ അതിനകത്ത് തിരിച്ച് സംസാരിക്കാൻ പോകരുത്. നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം, പക്ഷേ സമൂഹം കൂടി നമ്മൾ ഇഷ്ടത്തിന് ജീവിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കണം.